എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 12-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 4:12. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാരാഗ്രഹ പ്രമാണി പൗലോസിനോടും ശീലാസിനോടും തന്നെ ഇല്ലാതാക്കി ഒരു ക്രൈസിസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവരുടെ മുൻപിൽ ഒരു പുതിയ ആളത്വത്തിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗം പൗലോസും ശീലാസും അദ്ദേഹവുമായി പങ്കുവയ്ക്കുന്നതാണ് നമ്മുടെ ധ്യാനത്തിൻ്റെ ആധാരം. രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? പൗലോസിൻ്റെ ചോദ്യം പാപത്തോടുള്ള പോരാട്ടത്തിൽ ആരാണ് തനിക്ക് വിജയം നൽകുക? പാപത്തിൻ്റെ അധീനതയിൽ നിന്ന് ആര് വിടുവിക്കും? റോമാലേഖനം 7-ാം അധ്യായത്തിൽ 25-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യൻ്റെ സമഗ്ര വിമോചനത്തിനുള്ള മാർഗം യേശുക്രിസ്തു തുറന്നു തന്നു. ഈ സത്യമാണ് കാരാഗ്രഹ പ്രമാണിയോട് പൗലോസ് അപ്പോസ്തലൻ തുറന്നു പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം നമുക്ക് കുറേ വിശിഷ്ടങ്ങളായ സാരോപദേശങ്ങൾ നൽകുക എന്നതായിരുന്നില്ല. ലോകത്തിൽ പല മഹാന്മാരും അതുല്യമായ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ കർത്താവ് കുറേ ഉപദേശങ്ങൾ നൽകാൻ ലോകത്തിലേക്ക് വന്നതല്ല, പരിപൂർണമായ രക്ഷയിലേക്ക്, സമഗ്രമായ രക്ഷയിലേക്ക് നമ്മെല്ലാവരെയും നയിക്കുന്നതിനായി, കൈപിടിച്ചുയർത്തുന്നതിനായി കർത്താവ് ഭൂമിയിൽ വന്നു. നല്ല ഒരു റോൾ മോഡൽ നൽകുക മാത്രമായിരുന്നില്ല, അതും ലോകത്തിൽ ജനിച്ച മറ്റാരെയും കാൾ ഉന്നതവും അതുല്യവുമായ വിധത്തിൽ കർത്താവ് നിർവഹിച്ചു. ദൈവത്തെ വെളിപ്പെടുത്തുക എന്നുള്ളത് ഒരു ലക്ഷ്യമായി പറയാം. ആ കാര്യം അതിൻ്റെ പൂർണ്ണതയിൽ യേശുക്രിസ്തു നിറവേറ്റി. ഏറ്റവും വലിയ ലക്ഷ്യം മനുഷ്യരാശിയെ മുഴുവനും ഈ പ്രപഞ്ചത്തെയും രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ. ദൈവസന്നിധിയിൽ നിന്നെത്തിയ പ്രധാന മാലാഖ യോസേഫിനോട് അറിയിച്ചു, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. യേശുക്രിസ്തുവിൻ്റെ ചരിത്രത്തിലെ സ്ഥാനം അവിടുന്ന് മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനാകുന്നു എന്നുള്ളതാണ്. ഈ കാര്യമാണ് പൗലോസ് കാരാഗ്രഹ പ്രമാണിയോട് പറയുന്നത്. പത്രോസ് അപ്പോസ്തലൻ അർത്ഥശങ്കയില്ലാതെ യെരുശലേമിൽ പുരോഹിത പ്രമുഖരുടെയും മതപണ്ഡിതന്മാരുടെയും മുമ്പിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചതാണ് ഇന്ന് നമ്മൾ വായിച്ച അപ്പോസ്തല പ്രവൃത്തി 4:12-ാം വാക്യം. ഈ രക്ഷ എങ്ങനെയാണ് സ്വായത്തമാക്കുക? അതിനും പൗലോസിന് ഒരു മറുപടിയുണ്ട്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ടോ വിജ്ഞാനപ്രാപ്തി കൊണ്ടോ ഒന്നും ലഭിക്കുന്നതല്ല, ദൈവകൃപയാണ് ഇതിനാധാരം. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ദൈവം തൻ്റെ പുത്രനെ അയച്ചത് കൃപ മൂലമത്രേ. ആ പുത്രൻ മരണം വരിച്ച് പാപത്തെയും മരണത്തെയും പരാജയപ്പെടുത്തിയതും അവിടുത്തെ കൃപയാലാണ്. ആ കൃപയാണ് നമുക്ക് രക്ഷ പ്രദാനം ചെയ്യുന്നത്.
പൗലോസ് വ്യക്തമാക്കുന്നു, അവൻ്റെ കൃപയാൽ ക്രിസ്തുവേശുവിൻ്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ദൈവസമക്ഷം അംഗീകരിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ദൈവത്തിൻ്റെ കൃപയെപ്പറ്റി ചിന്തിക്കുമ്പോൾ പൗലോസ് കുറെ കൂടെ വികാരാധീനനായി സംസാരിക്കുന്നു. ക്രിസ്തുവിനെതിരായി പ്രവർത്തിക്കുകയും സഭയെ പീഡിപ്പിക്കുകയും ചെയ്തിരുന്ന തന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർത്തത് രക്ഷയുടെ ആനന്ദത്തിലേക്ക് വരുത്തിയതിനെ അനുസ്മരിച്ചുകൊണ്ട് പറയുന്നു, ഐ ആം വാട്ട്? ഐ ആം ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഞാനായിരിക്കുന്നത് ദൈവകൃപയിലാകുന്നു. അപ്പോസ്തലൻ ശാരീരികമായ ഏതോ രോഗത്താൽ ക്ലേശിച്ചപ്പോൾ അത് മാറിക്കിട്ടുവാൻ 3 വട്ടം പ്രാർത്ഥിച്ചു. ലഭിച്ച മറുപടി ഇങ്ങനെയാണ്: എൻ്റെ കൃപ നിനക്ക് മതിയെന്നാണ്. ക്രിസ്തീയ അനുഭവത്തെ ഒരു വാക്കിൽ സമാഹരിച്ചാൽ അത് കൃപ എന്നായിരിക്കും. രക്ഷ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ലഭ്യമാകുന്നു എങ്കിലും നമ്മളത് സ്വായത്തമാക്കുന്നത് വിശ്വാസത്താലാണ്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണ് വിശ്വാസം. കിണറ്റിൽ കിടക്കുന്ന ഒരാളിനെ രക്ഷപ്പെടുത്താൻ നമ്മൾ ഒരു ബലമുള്ള കയർ താഴേക്ക് ഇറക്കി കൊടുക്കുന്നു എന്നിരിക്കട്ടെ. മുകളിൽ നിൽക്കുന്ന നമുക്ക് ആ വ്യക്തിയെ വലിച്ചു കയറ്റാനുള്ള ശക്തിയുമുണ്ട്. അപ്പോൾ രക്ഷപ്പെടുത്താനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. എന്നാൽ കിണറ്റിലുള്ള ആ മനുഷ്യൻ ആ കയറിൻ്റെ അറ്റത്ത് ബലമായി പിടിക്കാൻ സന്നദ്ധമാകാത്ത കാലത്തോളം അയാളെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല. മനുഷ്യൻ്റെ ഈ പ്രതികരണത്തിനാണ് വിശ്വാസമെന്ന് പറയുന്നത്. വിശ്വാസത്തിൻ്റെ കരം നീട്ടി ദൈവം കൃപയാൽ നൽകുന്ന രക്ഷയെ നാം അവകാശപ്പെടുത്തുകയാണ്. മനുഷ്യൻ്റെ സഹകരണം കൂടാതെ അവനെ രക്ഷിക്കാൻ സാധ്യമല്ല. ബോധപൂർവം മനുഷ്യൻ ദൈവകൃപയെ സ്വീകരിച്ച് അനുഭവവേദ്യമാക്കുകയാണ് വേണ്ടത്. അടുത്ത ഒരു ചിന്ത: രക്ഷ എന്നത് ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും ഈ 3 കാലങ്ങളോടും ബന്ധപ്പെട്ട് ഇരിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് ആത്യന്തികമായ രക്ഷയിലേക്ക് കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ഒരു പ്രവേശനം നൽകിയിട്ടുണ്ട് എന്ന ബോധ്യം നമ്മുടെ വിശ്വാസ ജീവിതത്തെ കൂടുതൽ ദീപ്തമാക്കേണ്ടതാണ്. കരാഗ്രഹ പ്രമാണി കുടുംബമായി ഈ രക്ഷയിലേക്ക് വന്നു. അവർ സ്നാനപ്പെട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു എന്നാണ് ചരിത്രം പറയുന്നത്. നമുക്ക് ഈ രക്ഷയുടെ സന്തോഷത്തിൽ ജീവിപ്പാൻ സാധിക്കുന്നുവോ? ഈ രക്ഷയെക്കുറിച്ച് നമ്മുടെ ജീവിത അനുഭവത്തിൽ നമുക്ക് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുന്നുവോ? രക്ഷാനിർണയം നമ്മെ കൂടുതൽ ഉദ്ദീപിപ്പിക്കുന്നുവോ? പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് ഈ ഒരു വലിയ ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കാം. ഇല്ലെങ്കിൽ ആ രക്ഷ നമുക്ക് ദൈവം ദാനമായി നൽകി എന്നുള്ള ഉറപ്പോടെ അതിനെ ഉപയോഗിപ്പാൻ, അതിൽ ജീവിപ്പാൻ നമുക്ക് സാധിക്കട്ടെ. കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കാം. രക്ഷകനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ. നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ കൃപയിൽ പൂർണ്ണമായും ആശ്രയിച്ച് ഇന്നത്തെ പകൽക്കാല ജീവിതത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു. രക്ഷയിൽ സന്തോഷിപ്പാനും ആനന്ദിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഈ ഒരു രക്ഷാ നിർണയ ബോധ്യം ഞങ്ങളെ ഭരിക്കുമാറാകണമേ. ഞങ്ങളുടെ പോക്കിലും വരവിലും, ജോലി സംബന്ധമായ ഇടങ്ങളിലും, വ്യാപാര സംബന്ധമായ ഇടങ്ങളിലും, മറ്റ് ആവശ്യങ്ങളിലുമൊക്കെ അവിടുന്ന് കൂടെ ഇരിക്കുന്നുവല്ലോ. നന്ദിയോടെ ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും രക്ഷയുടെ സന്തോഷത്തിൻ്റെയും പുതിയ വർഷം ഏവർക്കും പ്രദാനം ചെയ്യണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ
കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും രക്ഷയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.